യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച 2026 ഏപ്രിൽ 25 ഈ പ്രഭാതത്തിൽ നിന്റെ വീട്ടിലെ വാതിലിനരികിൽ വെച്ചിരിക്കുന്ന പഴയ ഫയൽ യേശു കാണുന്നു. അതിൻ്റെ മൂലകൾ മടങ്ങിപ്പോയിട്ടുണ്ടാകാം. അതിനുള്ളൊരു അപേക്ഷയുടെ കോപ്പി, ഒരു വിസ പേപ്പർ, ഒരു ജോലി അഭിമുഖത്തിൻ്റെ കുറിപ്പ്, ഒരു പാസ്പോർട്ട്, അല്ലെങ്കിൽ ആരോടും പറയാതെ നീ വീണ്ടും വീണ്ടും തുറന്നു നോക്കുന്ന ഒരു രേഖ ഉണ്ടായിരിക്കാം. അടുക്കളയിൽ പാത്രങ്ങളുടെ ചെറിയ ശബ്ദം കേൾക്കുമ്പോഴും വീട്ടുകാർ സാധാരണ പോലെ സംസാരിക്കുമ്പോഴും നിന്റെ ഉള്ളിൽ മാത്രം ഒരു ചോദ്യം മിണ്ടാതെ ഇരിക്കുന്നു: കർത്താവേ, ഇനി എത്ര ദിവസം കൂടി കാത്തിരിക്കണം? ഇന്ന് ഈ ഈസ്റ്റർ കാലത്ത് നമ്മുടെ തുടർച്ചയായ പ്രാർത്ഥനയാത്രയിൽ ഉയിർത്തെഴുന്നേറ്റ യേശു അടച്ചുപോയെന്ന് തോന്നുന്ന വാതിലുകളുടെ മുമ്പിൽ നിൽക്കുന്ന മക്കളോട് സംസാരിക്കുന്ന ഒരു പ്രധാന ദിനമാണ്. ഈ ഏപ്രിൽ മാസത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് പുതിയ തുടക്കങ്ങൾക്കായും, തുറക്കുന്ന വാതിലുകൾക്കായും, ജോലികൃപയ്ക്കായും, പുനരുദ്ധാരണത്തിനായുമാണ്. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് ജോലി കാത്തിരിക്കുന്നവർക്കും, വിസ കാത്തിരിക്കുന്നവർക്കും, വർക്ക് പെർമിറ്റ് കാത്തിരിക്കുന്നവർക്കും, ഒരൊറ്റ മറുപടിക്കായി മാസങ്ങളായി മനസ്സിൽ ഭാരം വഹിക്കുന്നവർക്കുമാണ് ഈ പ്രാർത്ഥന. നീ പുറത്തു ചിരിക്കാം, പക്ഷേ ഫോൺ മുഴങ്ങുമ്പോൾ ഹൃദയം ഒന്ന് നിൽക്കുന്നതുപോലെ തോന്നുന്ന ആ നിമിഷം യേശു അറിയുന്നു. ഒരു അറിയാത്ത നമ്പർ വിളിക്കുമ്പോൾ പ്രതീക്ഷയോടെ എടുക്കും. മറുവശത്ത് മറ്റെന്തോ കാര്യമാണെന്ന് മനസ്സിലാകുമ്പോൾ മുഖത്ത് കാണിക്കാതെ നീ ഉള്ളിൽ ഒന്ന് തകരും. ഇമെയിൽ തുറന്നു നോക്കും, സന്ദേശം വന്നോ എന്ന് നോക്കും. അപേക്ഷ അയച്ച ദിവസം ഓർമ്മയുണ്ട്, രേഖകൾ കൊടുത്ത ദിവസം ഓർമ്മയുണ്ട്. പക്ഷേ മറുപടി മാത്രം വൈകുന്നു. പ്രിയപ്പെട്ടവരെ, വൈകുന്ന മറുപടി ദൈവം മറന്നുവെന്ന അർത്ഥമല്ല. അടഞ്ഞ വാതിൽ ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്ന തെളിവല്ല. ചില വാതിലുകൾ മനുഷ്യൻ തുറക്കുന്നതുപോലെ തോന്നും, പക്ഷെ അവയുടെ താക്കോൽ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇന്ന് കർത്താവ് നിനക്ക് തരുന്ന വചനം വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. കർത്താവ് പറയുന്നു: ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, അതും അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. ഈ വചനം വെറും നല്ലൊരു വാചകമല്ല, ഇത് ഉയിർത്തെഴുന്നേറ്റ യേശുവിൻ്റെ അധികാരമുള്ള വാക്കാണ്. കല്ലറയുടെ വാതിൽ പോലും അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ വാതിൽ, ഒരു എംബസിയുടെ വാതിൽ, ഒരു കമ്പനിയുടെ വാതിൽ, ഒരു നിയമ തടസ്സത്തിൻ്റെ വാതിൽ, ഒരു മനുഷ്യൻ്റെ നിരസനത്തിൻ്റെ വാതിൽ അവൻ്റെ സമയത്ത് നിന്നെ തടയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് നാം അഹങ്കാരത്തോടെ അല്ല, അവകാശത്തോടെ അല്ല, സമർപ്പണത്തോടെ പ്രാർത്ഥിക്കണം: യേശുവേ, എൻ്റെ മുമ്പിലുള്ള ശരിയായ വാതിൽ തുറക്കണമേ. എനിക്ക് ദോഷമാകുന്ന വാതിൽ നീ അടച്ചു തന്നെ ഇരിക്കണമേ. പക്ഷേ എൻ്റെ കുടുംബത്തെ നിലനിർത്താൻ, എൻ്റെ കടങ്ങൾ അടയ്ക്കാൻ, എൻ്റെ വീട്ടിൽ സമാധാനം വരാൻ, എൻ്റെ കഴിവുകൾ വെറുതെയാകാതിരിക്കാൻ നീ ഒരുക്കിയ വാതിൽ തുറക്കണമേ. ഇപ്പോൾ ആരോ ഒരാൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ മനസ്സിൽ വാടകയുടെ തീയതി ഓർമ്മ വരുന്നു. ആരോ ഒരാൾക്ക് വായ്പയുടെ സന്ദേശം വന്നിട്ടുണ്ട്. ആരോ ഒരാൾ അച്ഛൻ്റെ മരുന്നിൻ്റെ ചെലവ് കണക്കാക്കുന്നു. ആരോ ഒരാൾ പഠനം കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്തതിൻ്റെ നാണക്കേട് ഉള്ളിൽ താങ്ങുന്നു. ആരോ ഒരാൾ വിദേശത്തേക്ക് പോകാനുള്ള സ്വപ്നം വീട്ടിൽ പലതവണ പറഞ്ഞതുകൊണ്ട് ഇനി മിണ്ടാതെ ഇരിക്കുന്നു. ആരോ ഒരാൾക്ക് വിവാഹം വൈകുന്നത് ജോലി ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ആരോ ഒരാൾക്ക് പാതിയിൽ നിൽക്കുന്ന വീട് കാണുമ്പോൾ കണ്ണ് നിറയും. ഇവയൊക്കെ നിന്റെ മാത്രം ഭാരമല്ല, യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് വെക്കാവുന്ന ഭാരങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പ് ചിലപ്പോൾ ഒരു അടഞ്ഞ മുറി പോലെയാണ്. ജനലുണ്ട്, പക്ഷേ കാറ്റ് വരില്ല. വാതിലുണ്ട്, പക്ഷേ തുറക്കില്ല. പുറത്തു ആളുകൾ നടക്കുന്നത് കേൾക്കും, മറ്റുള്ളവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കാണും. നീ മാത്രം അതേ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ തോന്നും. എന്നാൽ ഈസ്റ്റർ നമ്മോട് പറയുന്നത് ഇതാണ്:
കല്ലറ അടഞ്ഞിരിക്കുമ്പോഴും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ശിഷ്യന്മാർ നിരാശയിൽ ഒളിച്ചിരിക്കുമ്പോഴും ഉയിർപ്പിൻ്റെ പ്രഭാതം അടുത്തുവരികയായിരുന്നു. നിന്റെ ജീവിതത്തിലും അതുപോലെ ആകാം. നീ കാണാത്തിടത്ത് ദൈവം ഒരു വഴി ഒരുക്കിക്കൊണ്ടിരിക്കാം. നീ കേൾക്കാത്തിടത്ത് ഒരു ഹൃദയം മൃദുവാകാം. നീ അറിഞ്ഞിട്ടില്ലാത്തിടത്ത് ഒരു തീരുമാനം നിന്റെ നന്മയ്ക്കായി തിരിയാം. നീ കരഞ്ഞ രാത്രികൾ ദൈവത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചു മാസം മുമ്പ് ഒരു അമ്മ പ്രാർത്ഥനയ്ക്കായി ഒരു സന്ദേശം അയച്ചു. മകൻ്റെ വർക്ക് പെർമിറ്റ് വളരെ വൈകിയിരുന്നു. വീട്ടിൽ കടമുണ്ടായിരുന്നു. പണി തീരാത്ത ചെറിയ വീട്, മഴ പെയ്യുമ്പോൾ ചോർന്ന അടുക്കള, എല്ലാം അവളുടെ മനസ്സിൽ ഭാരമായി. അവൾ പറഞ്ഞു, അച്ഛാ, അവൻ പുറത്ത് ധൈര്യമായി സംസാരിക്കും. പക്ഷേ രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ഒരു പഴയ നീല ഫയൽ എടുത്ത് മേശപ്പുറത്ത് വെച്ച് കുറേ നേരം മിണ്ടാതെ ഇരിക്കും. അവൻ്റെ പാസ്പോർട്ടിൻ്റെ കവറിന് അരികിൽ ചെറിയ കീറലുണ്ടായിരുന്നു. ഒരിക്കൽ അപേക്ഷ അയക്കുന്നതിനു മുമ്പ് അയാൾ വിരൽ വെച്ച് കുറേ നേരം മടിച്ചു നിന്നുവത്രേ. ഇതും പോകാതെ വന്നാൽ വീട്ടിൽ എന്തു പറയുന്ന ഭയം. അമ്മയുടെ ശബ്ദത്തിൽ ക്ഷീണമുണ്ടായിരുന്നു. പിന്നിൽ അടുക്കളയിൽ ചായ തിളക്കുന്ന ശബ്ദവും കേട്ടു. ആ വീട്ടിലെ വേദന വളരെ വലിയതായിരുന്നു. പക്ഷേ പ്രാർത്ഥന വളരെ ലളിതമായിരുന്നു. അവർ ഓരോ രാത്രിയും ആ ഫയലിന്മേൽ കൈവച്ച് പറഞ്ഞു, യേശുവെ അടഞ്ഞതായി തോന്നുന്ന വാതിലിന് മുമ്പിൽ നീ നിൽക്കണമേ. ചില ആഴ്ചകൾക്കു ശേഷം എല്ലാം ഒരൊറ്റ ദിവസം മാറിയില്ല. പക്ഷേ ആദ്യം ഒരു ചെറിയ മറുപടി വന്നു. പിന്നെ ഒരു തിരുത്തൽ ചോദിച്ചു. പിന്നെ വീണ്ടും കാത്തിരിപ്പ്. അവസാനം അനുമതി കിട്ടി. വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ചെറിയൊരു ചായ ഉണ്ടാക്കി. അമ്മ പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയ അത്ഭുതം കിട്ടിയതിലും കൂടുതലായി. കാത്തിരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ തകരാതെ നിന്നതാണ് ദൈവകൃപ. ഇതാണ് യഥാർത്ഥ സാക്ഷ്യം. ചിലപ്പോൾ ദൈവം വാതിൽ ഉടനെ തുറക്കും. ചിലപ്പോൾ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഹൃദയം ശക്തമാക്കും. ചിലപ്പോൾ ഉത്തരത്തേക്കാൾ മുമ്പ് സമാധാനം തരുന്നു. കാരണം സമാധാനമില്ലാത്ത ഹൃദയത്തിന് തുറന്ന വാതിലും ഭാരമായി മാറാം. ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ, നിന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കയ്യിലെടുക്കുക. ജോലി അപേക്ഷയുടെ ഫയലുണ്ടെങ്കിൽ അതിന്മേൽ കൈവെക്കുക. വീട്ടിൻ്റെ താക്കോലുണ്ടെങ്കിൽ അത് പിടിക്കുക. ഒന്നുമില്ലെങ്കിൽ നിന്റെ നെഞ്ചിന്മേൽ കൈവെക്കുക. കാരണം യേശു ആദ്യം തുറക്കേണ്ട വാതിൽ പുറത്തുള്ളതല്ല, ഉള്ളിലെ ഭയത്തിൻ്റെ വാതിലാണ്. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കർത്താവായ യേശുവേ, ഉയിർത്തെഴുന്നേറ്റ രക്ഷിതാവേ, ഇന്ന് ശനിയാഴ്ച ഏപ്രിൽ 25 തീയതി നിന്റെ മക്കൾ കാത്തിരിപ്പിൻ്റെ ഭാരവുമായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവർ പലതവണ അപേക്ഷിച്ചു, പലതവണ മറുപടി കാത്തിരുന്നു, പലരോടും ചോദിച്ചു. ചിലർ സഹായിക്കാമെന്ന് പറഞ്ഞു, പിന്നെ മിണ്ടാതായി. ചില വാഗ്ദാനങ്ങൾ പാതിയിൽ നിന്നു. ചില വാതിലുകൾ തുറക്കുമെന്ന് തോന്നി, പിന്നെ അടഞ്ഞുപോയി. കർത്താവെ, ആ നിരാശയുടെ ചെറിയ ചെറിയ മുറിവുകൾ നീ കാണണമേ. യേശുവെ, ഫോൺ കയ്യിൽ പിടിച്ച് മറുപടി കാത്തിരിക്കുന്ന മകനെ അനുഗ്രഹിക്കണമേ. പാസ്പോർട്ട് അലമാരയിൽ വെച്ച് ദിവസവും അതിലേക്ക് നോക്കുന്ന മകളെ അനുഗ്രഹിക്കണമേ. ജോലി കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന യുവാവിനെ അനുഗ്രഹിക്കണമേ. വിദേശത്തുള്ള ഭർത്താവിൻ്റെ രേഖകൾ വൈകുന്നതുകൊണ്ട് വീട്ടിലെ ചെലവുകൾ ഒറ്റയ്ക്ക് വഹിക്കുന്ന ഭാര്യയെ അനുഗ്രഹിക്കണമേ. മകന്റെ ജോലിക്കാര്യത്തിൽ രാത്രിയിൽ ഉറങ്ങാതെ ജപമാല പിടിക്കുന്ന അമ്മയെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ കാത്തിരിപ്പ് ലജ്ജയായി മാറാതിരിക്കട്ടെ. അവരുടെ വൈകിപ്പ് വിശ്വാസം നശിപ്പിക്കാതിരിക്കട്ടെ. അവരുടെ കണ്ണുനീർ കോപമായി മാറാതിരിക്കട്ടെ. അവരുടെ നിശബ്ദത നിരാശയായി കട്ടപിടിക്കാതിരിക്കട്ടെ. നീ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു. ആ വചനത്തിൽ ഞങ്ങൾ ഇന്ന് ആശ്രയിക്കുന്നു. മനുഷ്യരുടെ കരുണയിൽ മാത്രമല്ല, നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. രേഖകളുടെ കൃത്യതയിൽ മാത്രമല്ല, നിന്റെ ദിവ്യപരിപാലനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പരിചയക്കാരുടെ വാക്കുകളിൽ മാത്രമല്ല,
നിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ശരിയായ ജോലിവാതിൽ തുറക്കണമേ. കുടുംബത്തെ തകർക്കാത്ത, ആത്മാവിനെ നഷ്ടപ്പെടുത്താത്ത, വിശ്വാസത്തെ മങ്ങിയാക്കാത്ത നന്മയുള്ള ഒരു വാതിൽ തുറക്കണമേ. വിസ കാത്തിരിക്കുന്നവർക്ക് കൃപ തരണമേ. വർക്ക് പെർമിറ്റ് കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ സമയം ഒരുക്കണമേ. നിയമ തടസ്സങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് നീതി തരണമേ. തെറ്റായ ആരോപണങ്ങളിൽ മനസ്സ് തകർന്നവരെ സംരക്ഷിക്കണമേ. വാടകയുടെ സമ്മർദ്ദത്തിൽ കഴിയുന്ന വീടുകളെ അനുഗ്രഹിക്കണമേ. വായ്പയും EMIയും കാരണം മനസ്സ് ചുരുങ്ങിപ്പോയ കുടുംബങ്ങൾക്ക് വഴിതുറക്കണമേ. പാതിയിൽ നിൽക്കുന്ന വീടുകൾക്ക് പുനരാരംഭത്തിൻ്റെ കൃപ തരണമേ. അച്ഛൻ്റെയും അമ്മയുടെയും മരുന്നിന് പണം കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന മക്കൾക്ക് കരുണ തരണമേ. പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം തരണമേ. വഴിതെറ്റിപ്പോകുന്ന മക്കളെ തിരികെ വിളിക്കണമേ. വൈകിയ വിവാഹകാര്യങ്ങളിൽ സമാധാനം തരണമേ. എന്നാൽ കർത്താവേ, ഇന്നത്തെ നമ്മുടെ പ്രധാന പ്രാർത്ഥന ഇതാണ്: ജോലി കാത്തിരിക്കുന്നവരുടെ ഹൃദയം നീ പിടിക്കണമേ. വിസ കാത്തിരിക്കുന്നവരുടെ ഭയം നീ അകറ്റണമേ. ഞാൻ പരാജയപ്പെട്ടവനാണോ എന്ന് ചോദിക്കുന്ന ആത്മാവിനോട് നീ പറയണമേ: നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്, നിന്റെ സമയം എൻ്റെ തൃക്കൈകളിലാണ്. യേശുവെ, ചില മക്കൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭാരത്തോടെ എഴുന്നേൽക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ സാധാരണ പോലെ നടക്കുന്നു. പക്ഷേ ഉള്ളിലൊരു മൂടൽ മഞ്ഞു. ഭാവി കാണുന്നില്ല, വഴികൾ കാണുന്നില്ല, പ്രതീക്ഷ പോലും പറയാൻ പേടിയാകുന്നു. അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ ഈസ്റ്ററിൻ്റെ വെളിച്ചം ഇറങ്ങട്ടെ. അടഞ്ഞ കല്ലറയുടെ മുമ്പിൽ നിന്ന മറിയം പോലെ ഇവരും ഇന്ന് നിൽക്കുന്നു. എൻ്റെ കർത്താവിനെ എവിടെ വെച്ചു എന്ന ആശങ്കയോടെ. പക്ഷേ യേശുവെ, നീ അവളുടെ പേര് പറഞ്ഞ് വിളിച്ചതുപോലെ ഇവരുടെ പേരും വിളിക്കണമേ. പേര് പറഞ്ഞ് ആശ്വസിപ്പിക്കണമേ. പേര് പറഞ്ഞുയർത്തണമേ. പേര് പറഞ്ഞ് അയക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ ഞാൻ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ അപേക്ഷ നമ്പറുകൾ നമുക്ക് മറന്നുപോകാം, പക്ഷേ അവരുടെ പേര് നിനക്കറിയാം. അവരുടെ ഫയൽ എവിടെ കിടക്കുന്നു എന്ന് നമുക്ക് അറിയില്ല, പക്ഷേ അവരുടെ കണ്ണുനീർ നിന്റെ മുമ്പിലുണ്ട്. അവരുടെ ഭാവി എത്ര ദൂരെയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ അവരുടെ കൈ നീ പിടിച്ചിരിക്കുന്നു. കർത്താവെ, അടഞ്ഞ വാതിലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കട്ടെ. നിരാശയിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കട്ടെ. അപമാനത്തിൽ വിശ്വാസം ഉപേക്ഷിക്കാതിരിക്കട്ടെ. താമസിക്കുന്ന അനുഗ്രഹത്തെ ശപിക്കാതിരിക്കട്ടെ. നീ ഒരുക്കാത്ത വാതിൽ ബലമായി തള്ളിത്തുറക്കാൻ അവർ ശ്രമിക്കാതിരിക്കട്ടെ. നിന്റെ സമയത്തെ കാത്തിരിക്കാനുള്ള ധൈര്യം തരണമേ. യേശുവെ, ഞങ്ങൾ സമ്മതിക്കുന്നു. കാത്തിരിപ്പ് എളുപ്പമല്ല. വീട്ടുകാർ ചോദിക്കുമ്പോൾ വേദനിക്കുന്നു. കൂട്ടുകാരൻ മുന്നോട്ട് പോയാൽ ഉള്ളിൽ വിറയ്ക്കുന്നു. സ്വന്തക്കാരുടെ വാക്കുകൾ മുറിവാക്കുന്നു. ഇനിയും ഒന്നുമായില്ലേ എന്ന ചെറിയ ചോദ്യം പോലും വലിയ ഭാരമാകുന്നു. കർത്താവെ, ആ വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവുകളിൽ നിന്റെ കരുണയുടെ എണ്ണ ഒഴിക്കണമേ. മാതാവേ, പരിശുദ്ധ അമ്മേ, കാത്തിരിപ്പിന്റെ വേദന നീ അറിയുന്ന അമ്മയാണ്. കാനായിലെ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ നീ യേശുവിനോട് സംസാരിച്ചു. ഇന്ന് ഈ വീടുകളിലും പ്രതീക്ഷ തീരാതിരിക്കട്ടെ. മക്കളുടെ കണ്ണുനീർ കണ്ടു നീ യേശുവിൻ്റെ മുമ്പിൽ ഇടപെടണമേ. അവർക്ക് പ്രതീക്ഷ കുറയുന്നുവെന്ന് നീ നിന്റെ മകനോട് പറയണമേ. കർത്താവെ, ഇന്ന് ഞങ്ങളൊരു അടയാളമായി ഈ ഫയലിന്മേലും ഈ പാസ്പോർട്ടിന്മേലും ഈ താക്കോലിന്മേലും ഈ നെഞ്ചിന്മേലും കൈവെക്കുന്നു. ഈ കൈകളിൽ ഭയമുണ്ട്. ഈ കൈകളിൽ ക്ഷീണമുണ്ട്. ഈ കൈകളിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഈ കൈകൾ നിന്റെ കൈകളിൽ വെക്കുന്നു. എൻ്റെ യേശുവേ, ഞാൻ കാത്തിരിക്കുന്ന വാതിൽ നിന്റെ മുമ്പിൽ വെക്കുന്നു. എൻ്റെ ജോലി നിന്റെ മുമ്പിൽ വെക്കുന്നു. എൻ്റെ വിസ നിന്റെ മുമ്പിൽ വെക്കുന്നു. എൻ്റെ രേഖകൾ നിന്റെ മുമ്പിൽ വെക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ നിന്റെ മുമ്പിൽ വെക്കുന്നു. എൻ്റെ അപമാനം നിന്റെ മുമ്പിൽ വെക്കുന്നു. എൻ്റെ രാത്രിയിലെ കണ്ണുനീർ നിന്റെ മുമ്പിൽ വെക്കുന്നു. നീ തുറക്കുന്നത് തുറക്കട്ടെ.
നീ അടയ്ക്കുന്നത് അടഞ്ഞിരിക്കട്ടെ. പക്ഷേ എന്നെ വിട്ടുപോകരുതേ. ഞാൻ കാത്തിരിക്കുന്ന ഈ മുറിയിലേക്ക് നീ വരണമേ. എൻ്റെ ഹൃദയം ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വളരെ ശാന്തമായി ഈ വാക്ക് പറയുക: യേശുവേ, എൻ്റെ മുമ്പിൽ നിന്റെ വാതിൽ തുറക്കണമേ. വീണ്ടും പറയുക: യേശുവേ, എൻ്റെ മുമ്പിൽ നിന്റെ വാതിൽ തുറക്കണമേ. ഇതൊരു മാന്ത്രിക വാക്കല്ല, ഇത് സമർപ്പണമാണ്. ദൈവത്തിൻ്റെ മകനും മകളും സ്വന്തം ഭയം പിതാവിൻ്റെ കയ്യിൽ വെക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇന്ന് ഒരു ചെറിയ ആത്മീയ പ്രവൃത്തി ചെയ്യുക. നിന്റെ പാസ്പോർട്ട് ഫയൽ ജോലി രേഖ അല്ലെങ്കിൽ വീട്ടിൻ്റെ താക്കോൽ കയ്യിലെടുത്ത് ഒരു മിനിറ്റ് മിണ്ടാതെ ഇരിക്കുക. പിന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ആ വചനത്തിൻ്റെ അർത്ഥം ഓർത്തു പറയുക: കർത്താവേ, നീ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കുകയില്ല. അത് പറഞ്ഞിട്ട് ആ രേഖ അലമാരയിൽ വെക്കുമ്പോൾ ഭയമായി അല്ല, സമർപ്പണമായി വെക്കുക. ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും അതേ ചെറിയ പ്രാർത്ഥന വീണ്ടും പറയുക. ഈ പ്രാർത്ഥന നിന്റെ ഹൃദയത്തെ തൊട്ടെങ്കിൽ താഴെ നിന്റെ പേര് എഴുതുക. നീ കാത്തിരിക്കുന്നത് എന്താണെന്ന് എഴുതുക. ജോലി, വിസ, വീട്, സൗഖ്യം, സമാധാനം, പരീക്ഷ, വിവാഹം, കടമോചനം, എന്താണോ നിന്റെ ഭാരമെന്ന് എഴുതുക. അല്ലെങ്കിൽ ഒരു ആമേൻ മാത്രം എഴുതുക. ഈ അഭിപ്രായ സ്ഥലം ഒരു സാധാരണ സ്ഥലമല്ല. നാം പരസ്പരം പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഓർക്കുന്ന ചെറിയ പ്രാർത്ഥനാമുറിയായി ഇത് മാറട്ടെ. ഈ സന്ദേശം നീ ഒറ്റയ്ക്ക് സൂക്ഷിക്കരുത്. നിന്റെ വാട്സാപ്പിലൂടെ, നിന്റെ സ്റ്റാറ്റസിലൂടെ, നിന്റെ ഫോണിലൂടെ ദൈവവചനം മറ്റൊരു കരയുന്ന ഹൃദയത്തിലേക്ക് പോകാം. മറ്റൊരാൾ ആ രാത്രിയിൽ തകർന്നു പോകാതെ നിൽക്കാൻ ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൈപിടിത്തമാകും. നിന്റെ ഫോൺ ഇന്ന് ഒരു ചെറിയ പ്രസംഗപീഠമാകട്ടെ. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുന്നവനെ ദൈവം കാണുന്നുണ്ട്. മിണ്ടാതെ കരയുന്നവനെ ദൈവം കേൾക്കുന്നുണ്ട്. അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചു നിൽക്കുന്നവൻ്റെ തോളിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൈയുണ്ട്. നിന്റെ കാത്തിരിപ്പിന് ദൈവം അർത്ഥം തരട്ടെ. നിന്റെ അടഞ്ഞ വാതിലിനു മുമ്പിൽ കൃപയുടെ പ്രഭാതം ഉദിക്കട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 മുടങ്ങാതെ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ കാണാം.